എല്ലാവർക്കും നമസ്കാരം. മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് അടുത്ത ആഴ്ച വാങ്ങാൻ പറ്റുന്ന സ്റ്റോക്കുകളാണ്. ഓക്കെ, ആദ്യത്തെ സ്റ്റോക്ക് എന്ന് പറയുന്നത് ജയപ്രകാശ് അസോസിയേറ്റ്സ് ലിമിറ്റഡ് എന്ന് പറയുന്ന സ്റ്റോക്കാണ്. അപ്പോൾ ഇതിൻ്റെ കറണ്ട് മാർക്കറ്റ് പ്രൈസ് എന്ന് പറയുന്നത് 11 രൂപ 30 പൈസയാണ്. ഇത് എന്താ പറയുക, നല്ലൊരു ഡൗൺ ട്രെൻഡ് ആയിരുന്നു. ആൻഡ് നോക്കുകയാണെങ്കിൽ ഇവിടുത്തെ ലിക്വിഡിറ്റി ടേക്ക് ചെയ്തിട്ടുണ്ട്. അതുപോലെ ഈ ഒരു ലിക്വിഡിറ്റിയും ടേക്ക് ചെയ്തിട്ടുണ്ട്. അവിടെ നിന്ന് മാർക്കറ്റ് കയറുന്നുണ്ട്. മേ ബി ഒരു റീട്രേസ്മെൻറ്റ് എന്ന രീതിയിലേക്ക് മാർക്കറ്റ് വന്നിട്ട് കയറാനുള്ളൊരു പോസിബിലിറ്റി ഉണ്ട്. ഓക്കെ, ആൻഡ് ഇതിൻ്റെ വീക്കിലി ക്യാൻഡിൽ നോക്കുന്ന സമയത്ത് OBയിലേക്ക് എത്തിയിട്ടില്ല, ഇവിടെയുള്ള FEGയിലേക്കാണ് എത്തിയിരിക്കുന്നത്. ഓക്കെ, ഈ ഒരു FEG എന്ന് പറയുന്ന സ്ഥലത്ത് എത്തിയിട്ടാണ് മാർക്കറ്റ് റിവേഴ്സ് ആയിരിക്കുന്നത്. ഒരു റീട്രേസ്മെൻറ്റ് എന്ന രീതിയിലേക്ക് മാർക്കറ്റ് വന്നാൽ പോലും നമുക്കൊരു ബൈയിങ് ഓപ്പർച്യൂണിറ്റി ആണ്. ഓക്കെ, അപ്പോൾ ഇവിടെ നിന്ന് മാർക്കറ്റ് ഒന്നില്ലെങ്കിൽ കയറി പോകാനുള്ള ചാൻസ് ഉണ്ട്. അതല്ലാന്നുണ്ടെങ്കിൽ ഈ ഒരു FEGയും കടന്ന് ഇവിടുത്തെ ഓർഡർ ബ്ലോക്കിലേക്ക് വന്നിട്ട് മാർക്കറ്റ് ഒന്ന് മുകളിൽ പോകാനുള്ള ചാൻസ് ഉണ്ട്. JP അസോസിയേറ്റ്സ് എന്ന് പറയുന്ന സ്റ്റോക്ക്. ഓക്കെ, നല്ലൊരു ബൈയിങ് ഓപ്പർച്യൂണിറ്റിയാണ്. ഓക്കെ, അടുത്തൊരു സ്റ്റോക്ക് എന്ന് പറയുന്നത് ETT ലിമിറ്റഡ് എന്ന് പറയുന്ന സ്റ്റോക്കാണ്. BSEയുടെ സ്റ്റോക്കാണ്. ഇതിൻ്റെ കറണ്ട് മാർക്കറ്റ് പ്രൈസ് എന്ന് പറയുന്നത് 27 രൂപയാണ്. സോ ഇതും ഒരു നല്ലൊരു ഡൗൺ ട്രെൻഡ് ആയ ശേഷം മാർക്കറ്റ് ഒന്ന് അക്യുമുലേറ്റ് ചെയ്ത ശേഷം ഒന്ന് എന്താ പറയുക, ഒരു നല്ലൊരു അപ്പ് ട്രെൻഡിലേക്ക് പോയിട്ട് തിരിച്ചൊരു റീട്രേസ്മെൻറ്റ് എന്ന രീതിയിലേക്ക് മാർക്കറ്റ് വരുന്നുണ്ട്. ഇതിൻ്റെ വീക്കിലി ക്യാൻഡിൽ നോക്കുന്ന സമയത്ത് എന്താ പറയുക, ഒരു ഓൾ ടൈം ഹൈ എന്ന് പറഞ്ഞാൽ ഒരു ഏകദേശം 75 എന്ന ആ ഒരു റേഞ്ചാണ്. പ്രീമിയം ആൻഡ് ഡിസ്കൗണ്ട് നോക്കുന്ന സമയത്ത് മാർക്കറ്റ് ഒരു ഡിസ്കൗണ്ട് ഏരിയയിൽ തന്നെയാണ് നിൽക്കുന്നത്. ഓക്കെ, ഇപ്പോൾ ഈ ഒരു ലോയിൽ നിന്ന് ഈ ഒരു ഹൈയിലേക്ക് എടുക്കുകയാണെങ്കിൽ പോലും ഡിസ്കൗണ്ട് ഏരിയയിൽ തന്നെയാണ് മാർക്കറ്റ് നിൽക്കുന്നത്, 50% താഴെ. ആൻഡ് ETT ലിമിറ്റഡ് എന്ന് പറയുന്ന സ്റ്റോക്ക് ഡെപ്റ്റ് ഫ്രീ ആയിട്ടുള്ള ഒരു സ്റ്റോക്കാണ്. ഓക്കെ, ആൻഡ് മാർക്കറ്റ് ഇനിയും മുകളിലേക്ക് കയറാനുള്ളൊരു പോസിബിലിറ്റി കാണുന്നുണ്ട്. ഓക്കെ, നമുക്ക് ഈ ഒരു ലോയിൽ നിന്ന് ഈ ഒരു ഹൈയിലേക്ക് വരുന്ന സമയത്ത് ആ ഒരു 78.6 എന്ന് പറയുന്ന ആ ഒരു മാർക്കറ്റിൻ്റെ അവിടെ നിന്നാണ് മുകളിലേക്ക് കയറിയിരിക്കുന്നത്. 2 ദിവസം കൊണ്ട് ഏകദേശം ഒരു 10% റിട്ടേൺ കയറിയിട്ടുണ്ട്. ബട്ട് നമുക്ക് അത് മാർക്കറ്റ് ഒന്ന് റീട്രേസ്മെൻറ്റ് വരെയുള്ളൊരു പോസിബിലിറ്റിയും കാണുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇൻ കേസ് താഴേക്ക് വരികയാണെങ്കിൽ ഒരു ബൈയിങ് ഓപ്പർച്യൂണിറ്റിയാണ്. അല്ലാന്നുണ്ടെങ്കിൽ മാർക്കറ്റ് പ്രൈസിൽ തന്നെ വാങ്ങിച്ച് നമുക്ക് ഹോൾഡ് ചെയ്യാം. ഓക്കെ, അടുത്ത ഒരു സ്റ്റോക്ക് എന്ന് പറയുന്നത് ദ്രോണാചാര്യ ഏരിയൽ ഇന്നോവേഷൻ എന്ന് പറയുന്നൊരു സ്റ്റോക്കാണ്. BSEയുടെ ഒരു സ്റ്റോക്കാണ്. ഓക്കെ, ഇതിൻ്റെ ഡെയിലി ക്യാൻഡിൽ നോക്കുന്ന സമയത്ത് ഒരു ഡൗൺ ട്രെൻഡിൽ വന്ന ഒരു OBയിലേക്ക് മാർക്കറ്റ് വന്ന് റിയാക്ട് ചെയ്ത് പോയിട്ടുണ്ട്. നമുക്കിത് ഫസ്റ്റ് വീക്ക് മിസ് ചെയ്തൊരു സ്റ്റോക്കാണ്. ജൂൺ ഫസ്റ്റ് വീക്കിൽ മിസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതിൻ്റെ കറണ്ട് മാർക്കറ്റ് പ്രൈസ് എന്ന് പറയുന്നത് 155 രൂപയിൽ നിൽക്കുന്നുണ്ട്. സോ മേ ബി മാർക്കറ്റ് ഒന്ന് റീട്രേസ്മെൻറ്റ് എന്ന രീതിയിൽ ഈ ഒരു ഒറ്റ ക്യാൻഡിൽ തന്നെ ഏകദേശം ഒരു 10% റിട്ടേൺ പോയിട്ടുണ്ട്. ഓക്കെ, സോ ഈ ഒരു ക്യാൻഡിലിൽ ഏകദേശം ഒരു 50% മാർക്കറ്റ് വരാനുള്ള ഒരു പോസിബിലിറ്റി ഉണ്ട്. അങ്ങനെ വരികയാണെങ്കിൽ നമുക്ക് നല്ലൊരു ബൈയിങ് ഓപ്പർച്യൂണിറ്റി തന്നെയാണ്. ഓക്കെ, ഈ ഒരു ബുള്ളിഷ് ഓർഡർ ബ്ലോക്കിലേക്ക് മാർക്കറ്റ് വന്ന ശേഷം അവിടെ നിന്ന് കയറുന്നുണ്ട്. സോ മാർക്കറ്റ് ഈ ഒരു ഓർഡർ ബ്ലോക്കിലേക്ക് ഏകദേശം 210 ആ ഒരു റേഞ്ചിലേക്ക് ബിയറിഷ് ഓർഡർ ബ്ലോക്കിലേക്ക് എത്താനുള്ള ഒരു പോസിബിലിറ്റി കാണുന്നുണ്ട്. അല്ലാന്നുണ്ടെങ്കിൽ ഈ ഒരു OBയിലേക്ക് വരികയാണെങ്കിൽ പോലും നമുക്ക് ആ ഒരു പെർസെൻറ്റേജ് ലെവലിൽ നമുക്ക് അച്ചീവ് ചെയ്യാൻ പറ്റുന്നതാണ് ഈ ഒരു സ്റ്റോക്ക്. ഓക്കെ, അടുത്ത ഒരു സ്റ്റോക്ക് എന്ന് പറയുന്നത് BSEയുടെ ഒരു സ്റ്റോക്കാണ്. കളർ ചിപ്സ് ന്യൂ മീഡിയ ലിമിറ്റഡ് എന്ന് പറയുന്നൊരു സ്റ്റോക്കാണ്. ആൻഡ് ഇതിൻ്റെ മാർക്കറ്റ് പ്രൈസ് എന്ന് പറയുന്നത് 23 രൂപ 35 പൈസയാണ്. മാർക്കറ്റ് സെയിം ഒരു ഡൗൺ ട്രെൻഡിന് ശേഷം മാർക്കറ്റ് ഒന്ന് കയറി ഒന്ന് റീട്രേസ്മെൻറ്റ് എന്ന രീതിയിലേക്ക് മാർക്കറ്റ് പോയി ഇവിടെയുള്ള ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ ചെയ്തിട്ടുണ്ട്. മാർക്കറ്റ് ഈ ഒരു എക്സ്ട്രീം ലെവലിലുള്ള ഡൗൺ ക്യാൻഡിലേക്ക് മാർക്കറ്റ് വന്നിട്ടാണ് കയറിയിരിക്കുന്നത്. ഓക്കെ, ഇതും നമുക്ക് ആ ഒരു ജൂൺ ഫസ്റ്റ് വീക്ക് മിസ് ചെയ്ത ഒരു സ്റ്റോക്കായിരുന്നു. സോ ഇതും ഒരു നല്ലൊരു ബൈയിങ് ഓപ്പർച്യൂണിറ്റി ഉള്ള ഒരു സ്റ്റോക്കാണ്. മാർക്കറ്റ് ഇവിടെ നിന്ന് കയറി പോകാനുള്ള പോസിബിലിറ്റി ഉണ്ട്. അതല്ലാന്നുണ്ടെങ്കിൽ ഒന്ന് റീട്രേസ്മെൻറ്റ് വന്ന ശേഷം കയറാനുള്ളൊരു പോസിബിലിറ്റി കാണുന്നുണ്ട്. ആൻഡ് ഈ ഒരു സ്റ്റോക്കും ഡെപ്റ്റ് ഫ്രീ ആയിട്ടുള്ളൊരു സ്റ്റോക്കാണ്. അപ്പോൾ അടുത്ത ആഴ്ച വാങ്ങാൻ പറ്റുന്ന സ്റ്റോക്കുകളാണ് നമ്മളിപ്പോൾ റെക്കമെൻഡ് ചെയ്തത്. ഓക്കെ, 4 സ്റ്റോക്കുകൾ അതിൻ്റെ മാർക്കറ്റ് പ്രൈസ് നമ്മളിവിടെ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ പുതിയൊരു കണ്ടൻറ്റുമായിട്ട് എത്താം. താങ്ക് യു.